നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ ഏകദേശമൊക്കെ തീർന്നിട്ടും ഉണ്ടാവില്ലേ? പക്ഷെ എൻ്റെത് ഇതാ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. കൂടാതെ ഒന്ന് ഒരു കാറ്ററിംഗ് ഉണ്ടായി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 7 കിലോൻ്റെ ഉണ്ട്, ഒന്നുകൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിനോ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പറഞ്ഞെന്നാ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി ഉണ്ട്. അതും ഒന്ന് പകുതി വൈകുന്നേരത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് രാത്രിയിലേക്കുള്ള ഫുഡാണ്. അതിനോണ്ട് ഞാൻ രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് വന്ന പാടന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉള്ളിൻ്റെ സാധനങ്ങൾ, ഉള്ളി തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തേക്കുക. പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി കഴുകി ആക്കിയൊക്കെ അങ്ങനത്തെ ഒക്കെ പണികളുണ്ടല്ലോ. അതൊക്കെ ഒന്ന് തീർത്തിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. ആ ഒരു പറയുമ്പോൾ രാത്രിക്കലേക്കുള്ളതാണ്. പിന്നെ ഇന്ന് എന്തായാലും നനച്ചുള്ളി പണി എടുക്കണമെന്ന് തലേന്നേ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ബറാത്ത് കഴിയുന്നവരെ കാത്തുനിന്നാണ്. അപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് തിരക്ക് തന്നെയാണ്. ഉമ്മ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഉമ്മ ഉംറക്ക് പോകുന്നുണ്ട്. നോമ്പിനേക്കാണ് പോണത്, ഒരു മാസത്തേക്ക്. ഇനിയിപ്പോൾ ഉമ്മൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പറയാനൊക്കെ പോകുന്നുണ്ടോ, അതൊരു തിരക്കുണ്ട്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഒക്കെ കൂടി തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നനച്ചുള്ളിപ്പണി നീട്ടിയേക്കാൻ പറ്റില്ല. അതിനോണ്ട് എന്ത് തിരക്കാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഒരു 2 മണിക്കൂർ അത് എടുക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പണിയിലാണ് ഇട്ടൊന്ന്. പിന്നെ ഓട്ടട ഉണ്ടാക്കിയിട്ട് കുറേ ആയിച്ചാൽ കുറേ ആയി, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമെങ്കിലും ആയി ഉണ്ടാവും ഓട്ടട തിന്നാനൊരു പൂതി. അപ്പോൾ ഞാൻ വേഗം നല്ല രാത്രിക്ക് തന്നെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ അത് അരച്ച് ഇപ്പോൾ കാക്ക നേരെ വേഗം കുറച്ച് ലോങ് പോയതാണ് ചായ കുടിക്കാൻ വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി, രാവിലെ തന്നെ നേരത്തെ ചായൻ്റെ പണി തുടങ്ങിയില്ല. അപ്പോൾ ഉള്ളി തൊലി കളയിലും അങ്ങനത്തെ പണികളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചായൻ്റെ പണി എടുക്കാൻ വിചാരിച്ചു. കാക്ക വരുമ്പോഴേക്കും കാലിച്ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് കാലിച്ചായ കുടിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വേഗം ഓട്ടട ചുട്ടെടുക്കുകയാണ്. നല്ല നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നല്ല സോഫ്റ്റും. ഇനി ഞാൻ ചുവന്നുള്ളിയും പിന്നെ തേങ്ങയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഒഴിക്കൽ? ഇത് തലേന്ന് രാത്രി കാക്ക കൊണ്ടുവന്ന കേട്ടോ. അരിനൂർക്ക് നല്ല ടേസ്റ്റുള്ള അരിനൂർക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാ ഞാൻ ഒന്നെടുത്ത് കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ രാത്രിയെ കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇനി. അപ്പോൾ അതുകൊണ്ട് വേഗം കിടന്നിട്ടുണ്ട്. ഇനി രാവിലെ നേരത്തെ എണീറ്റ് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ തലയിൽ. അപ്പോൾ അതുകൊണ്ട് വേഗം രാത്രി തന്നെ ഉറങ്ങി. പിന്നെ ചിക്കൻ വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാർട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ അങ്ങനെ പാർട്സ് ഒന്നും ഒരു കടയിൽ നിന്ന് തരലില്ല. അതെന്താ അറിയില്ല, ഒരു 7 കിലോ വാങ്ങിയതിനെ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് പാർട്സും വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അത് ഞാൻ വേഗം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഓട്ടടയിലേക്ക്. ഇനിയിപ്പോൾ ഇത് തന്നെ മതി ഉച്ചക്കിലേക്ക്, ഞങ്ങൾ 2 ഉള്ളൂ. അപ്പോൾ രാത്രി സൂപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം ആ ഒരു പണി കഴിച്ചിരിക്കാൻ കേട്ടോ. ഇതിൻ്റെ പാർട്സ് സാധാരണ കിട്ടലില്ല. പിന്നെ തലേന്നത്തെ മീൻ കറിയുണ്ട്. അപ്പോൾ ഉച്ചക്കും രാവിലെയൊക്കെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച്. കാരണം ഒരുപാട് വിഭവങ്ങൾ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ സമയം എടുക്കുമ്പോൾ ഈ പണീൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ അടുക്കളയിൽ തന്നെ കുറേ സമയം നിൽക്കുമല്ലോ. അപ്പോൾ 10 മണിയൊക്കെ അയക്കണം കേട്ടോ. ഇക്കാക വരുമ്പോൾ ചായ കുടിക്കാൻ വരുമ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാതെ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആ ഓട്ടടക്ക്. എന്താ അറിയില്ല, എന്താ ഒരു ഇതെന്ന് അറിയില്ല, ഇന്നത്തെ ഭയങ്കര സോഫ്റ്റായിപ്പോയി, നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിച്ചിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇക്കാക്ക് പിന്നെ 12:30 മണിക്ക് പോയാൽ മതി കേട്ടോ അടുത്ത ട്രിപ്പ്. അപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ സ്റ്റാൻഡിലൊന്നും കൊണ്ടുപോയിടില്ല ഓട്ടോ, ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഓർഡർ വരും, അതിനനുസരിച്ചിട്ടാണ് ഓട്ടം പോലെ. അപ്പോൾ 12:30 സാധാരണ കാക്കി ഡ്രസ്സൊന്നും ഇടയില്ല കേട്ടോ. ഇന്നിപ്പോൾ ടൗണിലേക്ക് പോകാനുള്ളതിനെ കൊണ്ട് കാക്കി ഇട്ടതാണ്. അപ്പോൾ കാക്ക ഒറ്റക്കല്ല കേട്ടോ, ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിടക്ക പിടിച്ചിടാനായിട്ട്. പിന്നെ കിടക്ക ആദ്യം തന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട്, നല്ല വെയിലാണല്ലോ ഇന്ന്. പിന്നെ അന്ന് റൂം ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചു. മേലെ നമ്മളെ വീടിൻ്റെ മേൽഭാഗം, നമ്മളെ വീട്ടിലൊരു സൽക്കാരുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിത് ഇൻഷാ അല്ലാഹ് 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ അത് ഉണ്ടായപ്പോൾ ഞാൻ മേൽഭാഗമൊക്കെ ഞാനും കാക്കയും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നനച്ചുള്ളിൻ്റെ ഭാഗം നമ്മൾ മേലെന്നേ തുടങ്ങാൻ വെച്ചിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുറേ ടൈം പോവും. ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് തീർക്കാന്ന് വിചാരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ 2 മണിക്കൂറാവും. 2-2.5 മണിക്കൂർ കൊണ്ടേ തീരുള്ളൂ. അത് ഇടയ്ക്ക് പണി അവിടെ ഇട്ട് വെച്ചിട്ട് ഫോണ് റെഡിയാക്കി അതിലേക്ക് നോക്കി അത് പിന്നെ അങ്ങനത്തെ ഒക്കെ പണികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതൊന്നും. പിന്നെ ഇതിപ്പോൾ നനച്ചുള്ളിൻ്റെ ആയതുകൊണ്ട് വീഡിയോ എന്തായാലും 1-2 വീഡിയോ എന്തായാലും ഇടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അത്. എല്ലാവരുടെ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും എൻ്റെ വീഡിയോക്ക് കാത്തിക്കണം. കുറച്ചിൻ്റെ ചക്കര മുത്തുമണികളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ മോട്ടിവേഷനായിട്ടൊന്നും പറയണമൊന്നുമില്ല കേട്ടോ, പണിയെടുക്കണത് മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഫാനും ആ വിരുന്നുകാർ വരുന്ന ആ ഒരു അനുബന്ധിച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികൾ ഇപ്പം കുറച്ച് കുറവുണ്ട്. ഇപ്പം താഴെയാണ് ഇപ്പം മൊത്തത്തിൽ ക്ലീൻ ആക്കാനുള്ളത്. വീട് ചുറ്റും ക്ലീൻ ആക്കാനുണ്ട്, ചുമരൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട്, പെയിൻ്റ് അടിക്കാൻ
കിച്ചൺ എന്തായാലും ഒന്ന് പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് ആൾക്കാരെ കിട്ടാനും ഇല്ല. കാരണം ഇപ്പോൾ നനച്ചുള്ളി ആയതുകൊണ്ട് നല്ല തിരക്കാണല്ലോ എല്ലാ പെയിൻ്റ് അടിക്കാർക്കും. ഇനിയിപ്പോൾ ഞാനാണെങ്കിലും ഈ ഒരു അവസാന നിമിഷമാണല്ലോ ഓലെ വിളിക്കുക. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി എപ്പോഴേക്കും പിന്നെ കാക്ക പുറത്തേക്ക് പോയി. പിന്നെ ഇതാ ഞാൻ വേഗം പണിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഇതാ മാറാലൊക്കെ തട്ടലും കൊട്ടലൊക്കെ ആണ്, അതിൻ്റെ ഒരു പരിപാടികളാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതാ പിന്നെ ചൂല് വെച്ച് തുടയ്ക്കുന്നതിനോടൊന്നും പറയരുത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ആ ഒരു പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മയില്ലാതെ ഞാൻ ആ ചൂലെടുത്തിട്ട് ആ ജനാല തട്ടിപ്പോയതാണ്. ഓർമ്മയില്ല, ഞാൻ ആദ്യമൊക്കെ പുതിയ ചൂലാകുമ്പോൾ ചൂല് വെച്ച് തട്ടുക നല്ലൊരു ഇതാണ്. എൻ്റെ ബ്രഷ് ഈ കമ്പിയൊക്കെ തട്ടണ ബ്രഷ് കേടായിപ്പോയി, അതിനെ ഒന്ന് വാങ്ങണം. അതുകൊണ്ട് നല്ല സുഖം. ആ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്നും എല്ലാം നമുക്ക് എഫേർട്ട് എടുക്കുകയൊന്നും വേണ്ടില്ല. ഇനി പെട്ടെന്ന് തന്നെ ആ ഭാഗം ക്ലീനായി കിട്ടും. അപ്പോൾ ചൂല് മാറ്റി പിന്നെ അത് ആ ഒരു പൊടിയൊക്കെ തട്ടണ അത് എടുത്തിട്ട് അതാ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നനച്ച് തുടയ്ക്കണം എല്ലാ ഭാഗവും. അതാണല്ലോ നനച്ചുള്ളി. ഒന്നായിട്ട് മാറാല തട്ടലൊക്കെ നമ്മളെപ്പോഴും ചെയ്യും. അതിനോട് മാറാലകളൊന്നും കണ്ടമാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ നനച്ച് തുടയ്ക്കൽ നമ്മൾ ഇതേപോലെ നോമ്പ് സമയത്ത് തന്നെയാണ് കേട്ടോ അധികവും ചെയ്യൽ. പിന്നെ ജനാല അതിൻ്റെ ഇടയ്ക്ക് കമ്പിയൊക്കെ ഒന്ന് തുടയ്ക്കും എന്നല്ലാതെ ഓവർ ഇതേപോലെ ഹാർഡ് പണികളൊന്നും നോമ്പല്ലാത്തപ്പോൾ ഒന്നും അങ്ങനെ എടുക്കലില്ല. അപ്പം നനച്ചുള്ളിയിലേക്ക് പിന്നെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് പണികൾ നനച്ചുള്ളി ആവാൻ സമയമാകുമ്പോൾ അല്ലെങ്കിൽ നോമ്പ് അടുപ്പിച്ചാകുമ്പോൾ നമുക്കൊരു പണി മാറ്റിയേക്കല. നനച്ചുള്ളിക്ക് എടുക്കാറുണ്ട്. പക്ഷെ അപ്പോൾ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യണ നമ്മൾ ഈ നനച്ചുള്ളിക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതവിടെ മാറ്റി വെക്കും. അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാണ് സത്യത്തിൽ. അപ്പം തന്നെ നനച്ചുള്ളിൻ്റെ ഒന്നും ആലോചിക്കേണ്ടത്. അപ്പം കഴുകാലോ എന്ന് വിചാരിച്ച് കഴുകുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണി എത്രയോ കുറവാകും. നമ്മളെന്താ ചെയ്യുക, നനച്ചുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ അങ്ങോട്ടൊരു ലോഡ് അങ്ങോട്ട് മാറ്റി വെക്കും. അതാകുമ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാവും. പിന്നെ കുറേ സാധനങ്ങൾ മുകളിൽ ഇക്കാക്കൻ്റെ കുറേ കുണ്ടാമണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി ഇനിയിപ്പോൾ കുറേ ഈ എന്താ പറയുക ആക്രിക്കടയിൽ കൊടുക്കാനുള്ള എപ്പോഴും പറയും ഒഴിവാക്കണം എന്ന് പറയും. പക്ഷേ കാക്ക എന്താ മനസ്സ് വരില്ല എന്ന് തോന്നുന്നു ഒന്നും ഒഴിവാക്കാൻ. ഞാൻ പാത്രങ്ങൾ എടുത്തേക്കണം മാതിരി കാക്കൻ്റെ ആക്രികൾ എടുത്തേക്കൽ. അപ്പോൾ കുറേ ഉണ്ട്. ഞാൻ പറയാം വിൽക്കുകയാണെങ്കിൽ ഒരു 1000 ഉറുപ്പ്യക്കെങ്കിലും വിൽക്കാണ്ട് അത്രയും സാധനങ്ങളുണ്ട് മുകളിൽ നിന്ന്. അതൊക്കെ പെട്ടിയിൽ മാറ്റി വെച്ചിട്ട് അതേപോലെ തന്നെ എൻ്റെ കുറേ സാധനങ്ങൾ ഞാനും പിന്നെയും ഉപയോഗിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെക്കണ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ അതും ഇതും പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിൽക്കാൻ കൊടുക്കണം. അത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഒഴിവാക്കാന്നൊക്കെ പറയും, പക്ഷെ കാക്ക കൊണ്ടുപോകില്ല. അണ്ണാച്ചികൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ സാധനം എടുക്കാനൊക്കെ വരും, പെറുക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ഓലൊക്കെ വരും. പക്ഷേ അതിലൊന്നും തീരെ പൈസ തരില്ല. 100 ഉറുപ്പ്യേൻ്റെ സാധനം ഉണ്ടാവില്ല, 20 ഉറുപ്പ്യൊക്കെ തരിക. അപ്പം ഞങ്ങൾ ഓൽക്കും അങ്ങനെ കൊടുക്കില്ല കേട്ടോ. ഞങ്ങൾ ആ പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ഉണ്ട് ഒരു ആക്രിയൊക്കെ എടുക്കുന്ന കട. അവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കിട്ടും. ഈ പിന്നെ പേപ്പറിൻ്റെ ഇതുണ്ടല്ലോ ബോക്സുകൾ, പേപ്പറിൻ്റെ അല്ല കാർഡ്ബോർഡ് ബോക്സുകൾ, അതിന് വേറെ പൈസ, സ്റ്റീലിന് വേറെ പൈസ, പിന്നെ അതേപോലെ പ്ലാസ്റ്റിക്കിന് വേറെ, അലൂമിനിയത്തിന് വേറെ, ബ്രാസിൻ്റെന് വേറെ, അങ്ങനെ പല ടൈപ്പാക്കിയിട്ടാട്ടോ വില തരൽ. അപ്പോൾ അതിനോണ്ട് അത് നല്ലൊരു പൈസ കിട്ടലുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ. ശരിക്കും ഈ ബറാത്താവുമ്പോഴത്തേക്ക് നനച്ചുള്ളിപ്പണി കഴിക്കണമെന്ന് എല്ലാ കൊല്ലം വിചാരിക്കും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും കഴിക്കണം വിചാരിച്ചു. ഇപ്രാവശ്യമാണ് അത്യാവശ്യം നല്ല ഓർഡറുകളും പണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. കുറേ പണികളും പോവാനും വരാനും എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ നല്ല തിരക്കുള്ളൊരു സമയം കേട്ടോ ജനുവരി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഫെബ്രുവരിയിലും കുഴപ്പമില്ലാത്ത തിരക്കാണ്. ഇനിയിപ്പോൾ ഉമ്മൻ്റെ ആ ഒരു പരിപാടിയാണ്. പിന്നെ ഞാൻ ഈ കകന് കാണാതായപ്പോൾ ഞാൻ വന്ന് നോക്കുക എന്താ ഇപ്പോൾ പരിപാടി കാണില്ലല്ലോ. അവിടെ പോയി നോക്കിയപ്പോൾ നമ്മളെ കൊലായിലിടുന്ന 2 കസേര ഉണ്ടല്ലോ അതിന് റെസ്റ്റ് പിടിച്ചിരിക്കുന്നു. കുറഞ്ഞ അതൊക്കെ അയച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അത് അയക്കുകയാണ് റെസ്റ്റ് അടിച്ചൊക്കെ ഒഴിവാക്കാൻ. പിന്നെ അത് ആ കട്ടിൻ്റെ അടിയൊക്കെ അടിച്ചപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ മാതിരി അടിച്ചു വരും. ഇടയ്ക്ക് ആഴ്ചക്ക് ഒരു പ്രാവശ്യമെങ്കിലും കട്ടിൻ്റെ അടി അടിച്ചു തരും. അങ്ങനെയൊക്കെ ചെയ്യണം. മാറാല തട്ടണാണ്, എന്നാലും പൊടിയും പിന്നെ ചണ്ടിയൊക്കെ ഉണ്ടാവൂലേ. പിന്നെ അതാണ്ട് റെസ്റ്റ് അടിച്ചൊക്കെ നന്നാക്കി എടുക്കുകയാണ്. പാവമാണ്. പണീൻ്റെ ഉള്ളിൽ കൂടി കുറേയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ആകെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരും. പക്ഷെ ഇതേപോലെ കാക്ക ഇങ്ങനത്തെ ചൊറിഞ്ഞ പണികൾ എടുക്കാൻ പോയിക്കാളും ഇതിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പണി നമ്മളൊരു പണി എടുക്കുകയാണെങ്കിൽ അതങ്ങനെ എടുത്തു പോകുമല്ലോ. പക്ഷെ ഒരുതായ ഒരു പണികളുണ്ട് അതിനേക്ക് പോകും. അപ്പോൾ ഞാൻ പറയാം നല്ല ആളാണ് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഈ പണിമലാലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു അത് നടക്കട്ടെ, ഞാൻ ഇങ്ങനെ ഇത് കൊടുക്കാൻ വിചാരിച്ച്. പിന്നെ അതൊക്കെ നനച്ച് പഠിക്കാം കേട്ടോ. കട്ടിലൊക്കെ എന്തായാലും ഈ നോമ്പൊക്കെ ആകുമ്പോൾ തന്നെ ഉള്ളൂ കേട്ടോ നനച്ച് പഠിക്കില്ല. അതിൻ്റെ ഇടയ്ക്കൊന്നും നനച്ച് തുടക്കില്ലൊന്നുമില്ല. അപ്പോൾ ഞാൻ നനച്ച് പഠിക്കുമ്പോൾ കാക്ക പറയാം ഓരോ മാസത്തിലും ഈ നനച്ചുള്ളിപ്പണി ആയാലും എത്ര നന്നേനിന്ന്. ശരി, ഓർക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ കാക്ക ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ എനിക്ക് അടച്ചാക്ഷേപിക്കാനോ കുറ്റം പറയാനോ പറ്റില്ല. അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്കിങ്ങനെ വർക്ക് ഈ
കാറ്ററിങ്ങിൻ്റെ പണിയുള്ളതിനോണ്ട് എനിക്ക് നല്ലോണം ടയേർഡാവും, നല്ല പണിയാണെന്ന് കാക്ക മനസ്സിലാക്കിന്. അതുകൊണ്ട് ഒഴിവുള്ള സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം കാക്ക പറഞ്ഞിട്ട് നനച്ചുള്ളി പണി ഈ ഒറ്റയ്ക്ക് എടുക്കേണ്ട, നമുക്ക് രണ്ടാക്കും കൂടി എൻ്റെ ഒഴിവിനനുസരിച്ച് എടുക്കാറാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് സമയം ഒഴിവുണ്ട് പറഞ്ഞപ്പോഴാണ് ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നിന്നത്. അപ്പോൾ ഈ കാക്കക്ക് ഇങ്ങനത്തെ പണികളല്ല എടുക്കുക, മറ്റ് വേറെ പലതരം പണികളും ഉണ്ടാവും പുറത്ത്, അതൊക്കെയാണ് ഇട്ട് എടുക്കുക. എന്നാലും വേണ്ടിയില്ല, അതൊരു ക്ലീനിങ് തന്നെ ആണല്ലോ അതും. അപ്പോൾ അത് അവിടെ എന്തൊക്കെയോ ജനലിൻ്റെ അവിടെ എന്തൊക്കെയോ ഉണ്ട് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരിക. നമ്മൾ വോയിസ് എടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ടൈൽസ് പണി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ നാട്ടിലേ ഉള്ളൂ കേട്ടോ. അധികം നാട്ടിൽ ഈ നനച്ചുള്ളിപ്പണി എന്താന്ന് പോലും അവർക്ക് അറിയില്ല കേട്ടോ. എന്നോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട്, എന്താണ് ഈ നനച്ചുള്ളിപ്പണി പറഞ്ഞാൽ. അപ്പം ഞാൻ അത് വിശദമാക്കി കൊടുക്കും. അതേപോലെ തന്നെ നമ്മളെ ആൾക്കാരല്ലാത്തവരും ചോദിക്കുന്നത് എന്താ സംഭവം എന്ന്. അപ്പം ഞാൻ ഓല ഇത് വെച്ച് പറഞ്ഞു കൊടുക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ നനച്ചുള്ളിപ്പണി. കൊല്ലത്തിൽ വരുന്നതാണെങ്കിലും നമ്മുടെ വീട് നല്ല ക്ലീനായി കിട്ടും എല്ലാ ഭാഗവും. പണ്ടത്തെ പോലെ നമുക്ക് ഭാരിച്ച പണിയൊന്നുമില്ല ഈ നനച്ചുള്ളിപ്പണിക്ക്. പണ്ട് ഇത് ഈ നനച്ചുള്ളിപ്പണിയിലേക്ക് മാറ്റിയേക്കല എല്ലാ പണിയും. നമ്മളിപ്പോൾ അങ്ങനെ ഒന്നുമല്ലല്ലോ. മന്ത്ലി ക്ലീനിങ്, വീക്കിലി ക്ലീനിങ് എന്നും പറഞ്ഞിട്ട് നമുക്ക് പല ക്ലീനിങ്ങും നമ്മൾ ചെയ്യലുണ്ട്. പക്ഷെ എന്നാലും നനച്ചുള്ളി ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, പൊട്ടുസൂചി തൊട്ടിട്ട് ഫാന് വരെ എന്ന് പറഞ്ഞ മാതിരി ക്ലീൻ ചെയ്യുമല്ലോ. അത് നല്ലൊരു റാഹത്താണ് അല്ലേ, വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കല്ലേ. അപ്പോൾ അധികം ആൾക്കാർ, പൈസ ഉള്ള ആൾക്കാർ ആളെ വെച്ച് ചെയ്യും. പൈസ അങ്ങനെ ആളെ വെച്ച് ചെയ്യാൻ കഴിവില്ലാത്തവർ സ്വന്തം തന്നെ ചെയ്യും. അപ്പോൾ വീട്ടിലെല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമ്മളെ പണി എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നായിട്ട് വാരി വലിച്ച് എടുത്ത് ക്ഷീണിച്ച് ബോധം കെട്ട് കിടക്കാൻ ഞാൻ തയ്യാറല്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇന്നിപ്പോൾ റൂമാണെങ്കിൽ നാളെ ഡൈനിങ് ഹാള്, പിന്നെ കൊലായും പുറം ചുറ്റും, അങ്ങനെ ഒരു 3-4 ദിവസത്തെ ഷെഡ്യൂൾ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ നനച്ചുള്ളിപ്പണി മാത്രമല്ലല്ലോ, അതിൻ്റെ അടുക്ക് മറ്റുള്ള ക്ലീനിങ്ങുകൾ ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാക്കണം. ഇപ്പോൾ പിന്നെ അൽഹംദുലില്ലാ മക്കളൊന്നും ഇല്ലാത്ത, ഇവിടെ കൂടെ ഇല്ലാത്തതിനെ കൊണ്ട് ഈ ഒരു സമയത്ത് അതൊരു ഉപകാരമാണ് അവരില്ലാത്ത. കാരണം അവർക്കൊന്നും ഭക്ഷണം അങ്ങനെ ഒരുപാട് ഉണ്ടാക്കണ്ട. പിന്നെ ഇക്കാക്കാണെങ്കിൽ നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഭക്ഷണം വേണമെങ്കിൽ ഇനി ഒന്നുമില്ല, ഒരു നിവൃത്തിയില്ല, ജോലി എടുക്കാൻ എനിക്ക് അത്രയും ടയേർഡാണെന്നൊക്കെ പറഞ്ഞാൽ പുറത്തുനിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരികയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ബേജാറില്ല, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ പണിയെടുക്കാൻ ഇൻട്രസ്റ്റുമാണ്, അതൊന്നും പ്രശ്നവുമില്ല. ചില സമയത്തൊരു മടിയും ചടപ്പും വരും, അതാണ് ഇപ്പോൾ പ്രശ്നം, അതേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, തലേന്നേ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച് നമ്മൾ ഓരോ റൂം അല്ലെങ്കിൽ ഓരോ ഇത് എന്ന് പറഞ്ഞ മാതിരി ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് മടി വരില്ല, നമ്മളെ പണിയും തീർക്കും. അല്ലാതെ എല്ലാം കൂടി ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമൊന്നുമല്ലല്ലോ. അപ്പം നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ ആ ഒരു സിറ്റുവേഷനനുസരിച്ചിട്ട് കുറേശ്ശെ പണിയെടുക്കുക. അതാണിപ്പോൾ ഞാൻ ഈ കൊല്ലം എന്നല്ല കേട്ടോ, എല്ലാ കൊല്ലം ഞാൻ തന്നെ ആ ഒരു തീരുമാനമാണ് എടുക്കൽ. കാരണം നമ്മൾ വാരി വലിച്ചിട്ട് എല്ലാ പണി എടുത്ത് തളർന്ന് ടയേർഡായി നമ്മൾ രാത്രി ബോധം കെട്ടിനെക്കാട്ടി അപ്പുറം കുറേശ്ശെ നമുക്ക് പണിയെടുക്കണതന്നെയല്ലേ. അങ്ങനെയല്ല നിങ്ങൾ യോജിക്കുന്നുണ്ട് അതിനോട്? അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഫുൾ പണി തീർക്കണം എന്നുള്ള ഇതാണോ നിങ്ങൾക്ക്? ഞാനേ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ എവിടുന്നാന്നറിയില്ല ഓരോ അപശബ്ദങ്ങൾ വരിക. ഇപ്പോൾ അതാ കോഴി കരയുന്നുണ്ട്, പല ബുദ്ധിമുട്ടുകളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കേൾക്കാം. കുറേ സമയം ഞാൻ ആ ടൈൽസിൻ്റെ പണി സൗണ്ട് കുറയണമെന്ന് നോക്കിയിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ അതും സമയം ഇങ്ങനെ വെറുതെ സമയം വേസ്റ്റായി പോവുകയാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ഞാൻ സൗണ്ട് ഉണ്ടെങ്കിലും വേണ്ടിയില്ല വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇടുകയാണ് കേട്ടോ. ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, അധിക വീഡിയോയിൽ ഉണ്ടാവലില്ലല്ലോ, ഒന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ ക്ഷമിക്കണേ. പിന്നെ ബാത്റൂമിലേക്ക് കിടക്കുന്ന ആ സ്വിച്ചിൻ്റെ താഴെ നല്ലോണം ഈ കൈ ഇങ്ങനെ തൊട്ടിട്ട് ചളി പിടിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തെ ബേബി ഇഷുമോന് വരുമ്പോൾ ഓലൊക്കെ കൈ അവിടെ എത്തൂലല്ലോ, അങ്ങനെ ചാടി സ്വിച്ചിടണതാണ് ബേബി. അങ്ങനെയാണ് ആ ഭാഗത്ത് ചളി വരുന്നത്. പിന്നെ അത് അപ്പുറത്തേക്ക് വീണ്ടും ഞാൻ അങ്ങനെ കാണാതായപ്പോൾ വന്ന് നോക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ തുരുമ്പൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് അടിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതിന്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഉള്ള ചണ്ടികളൊക്കെ കൊണ്ടുപോയിടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഹരിതകർമ്മസേന കൊണ്ടുപോകാൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളും പിന്നെ വിൽക്കാനുള്ളതും ഒക്കെ ആണ് കേട്ടോ. എൻ്റെ ആ ഒരു സ്പിൻ മോപ്പിൻ്റെ ഇതുണ്ടല്ലോ, ആ ഒരു നമ്മുടെ തുടക്കിനത് എന്തോ ഒരു സംഭവം പൊട്ടിപ്പോയിട്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്കിഷ്ടമായി ആ സ്പിൻ മോപ്പ്. ഇപ്പോൾ ഞാൻ സാധാരണ മോപ്പ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുടക്കലും. ഇപ്പോൾ ഒന്നും കൂടി വാങ്ങണം. ആ ഒരു നമ്മൾ തുടക്കിന് ആ ഒരു ഇതുണ്ടല്ലോ, അത് കേടെന്നാൽ പിന്നെ നമുക്ക് ആ ബക്കറ്റ് കൊണ്ടൊരു അല്ല തുടക്കിന് ആ സ്പിൻ മോപ്പ് കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ലല്ലോ. കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ടൈം നോക്കാതെ വീഡിയോ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.